ട്രക്കിംഗ് ആരംഭിക്കുന്നത് പുളിഞ്ഞാൽ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിൽ നിന്നാണ്. അവിടെ നിന്ന് ഏതാണ്ട് 7 കിലോമീറ്ററോളം ദൂരമാണ് നമുക്ക് നടന്ന് കയറാനുള്ളത്. ഇപ്പോ ഒരു 2 കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞു. ഇത് 10 ഏക്കർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ആനകൾ വിഹരിക്കുന്ന ഒരു ഇടം കൂടിയാണ്. ഫോറസ്റ്റ് പരിധിയിൽപ്പെട്ട വനഭൂമിയിലേക്കാണ് ഈ പ്രവേശിക്കുന്നത്. ഈ ഫെൻസിംഗ് മാറ്റുന്ന ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഫെൻസിംഗ് മാറ്റിയിട്ട് വേണം നമുക്കിനി മുന്നോട്ട് പോകാൻ. തൊട്ടപ്പുറത്ത് തവളപ്പാറ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് പിന്നീട് ശരിക്കും നമ്മൾ മലകയറ്റം ആരംഭിക്കുന്നത്. ചിറപ്പുല്ലിലേക്ക് നടന്ന് കയറുമ്പോൾ ഇടയിൽ നമുക്കൊരു തടാകം കാണാം. 10 ഏക്കർ കുളം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആന, കാട്ടി, മാനുകൾ തുടങ്ങിയ വന്യജീവികൾ വന്ന് വെള്ളം കുടിക്കുന്ന ഒരു കുളമാണ്. വളരെ മനോഹരമായ കാഴ്ചയാണ് ഈ തവളപ്പാറയിൽ എത്തുമ്പോൾ തന്നെ കാണാനുള്ളത്. പക്ഷേ യഥാർത്ഥ കാഴ്ച അത് ചിറപ്പുല്ല് മലയുടെ ഉച്ചിയിലെത്തുമ്പോഴാണ്. ചിറപ്പുല്ല് ട്രക്കിങ്ങിന്റെ ഏതാണ്ട് പകുതി ദൂരം നമ്മൾ പിന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളത് ഉണ്ണിയാണ്. ഉണ്ണിയെ പോലെ 5-6 പേരുണ്ട് ഇവിടെ. പുളിഞ്ഞാലിലെ വനസംരക്ഷണ സമിതിയുടെ ഗൈഡുമാരായിട്ട്. ഇനിയിപ്പോ ഈ ദൂരം ഇത്രയധികം കയറണം. ഒരു 2 കിലോമീറ്റർ കയറാനുണ്ടെങ്കിലും നമ്മൾ ആ സൗന്ദര്യത്തിൽ അങ്ങനെ പോകുമ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യില്ല. സിമ്പിളായിട്ട് കയറി പോകാനുള്ളതേ ഉള്ളൂ. ഈ ചെറയിൽ ഇപ്പോൾ വെള്ളം ഉണ്ടാവും. ചെറയിൽ ഇപ്പൊ കുറവാണ്. ഇപ്പൊ ഏതാണ്ട് വെയിലൊക്കെ ആയില്ലേ, അതുകൊണ്ട് ഇപ്പൊ കുറവാണ്. എന്നാലും ഉണ്ടാവും. ബാണാസുര മലയടിവാരത്ത് നിന്ന് ചിറപ്പുല്ല് മലയുടെ ഉച്ചിയിലേക്ക് കയറുന്തോറും നമ്മൾ ഇടയ്ക്കിടെ ഇങ്ങനെ ഇരുന്നു പോകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഓരോ വ്യൂ പോയിന്റിൽ നിന്നും കാണുന്ന ഈ ഹരിത നീലിമ വശ്യ മനോഹരമായ കാഴ്ചയാണ്. മഞ്ഞ് പെയ്യുന്ന സമയങ്ങളിൽ ഇവിടങ്ങളിൽ നോക്കി നോക്കി നിൽക്കെ ഈ മലകളെല്ലാം കാണാതായി പോകുന്ന മനോഹരമായ മറ്റൊരു കാഴ്ച. ഒരു അരമണിക്കൂർ കൂടി നടന്നു വേണം ചിറപ്പുല്ലിന്റെ ഉച്ചിയിലേക്ക് എത്താൻ. താഴെ നോക്കുമ്പോൾ മൊട്ടക്കുന്നുകളായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷെ ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് ഇത് തെരുവ് പുല്ലുകളാണെന്ന് മനസ്സിലാവുക. ഇനി നടന്നു നോക്കാം. ഇവിടെ ട്രക്കിങ്ങിനെത്തുന്ന ആളുകൾ പലരും പാതി വഴിയിൽ നിന്ന് തിരിച്ചു പോകും. അത്രയ്ക്ക് അവശരായി. പക്ഷെ ഇങ്ങനെ വന്ന് ഏതാണ്ട് ഒരു 3/4 ഭാഗം പിന്നിടുമ്പോൾ ഒരു നീരുറവയുണ്ട് ഇവിടെ. നല്ല തണുപ്പാണ്. വെള്ളത്തിന് മുഖമൊക്കെ കഴുകി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ വളരെ ആശ്വാസമായിട്ട് തിരിച്ചു പോകാം. ചിറപ്പുല്ല് ട്രക്കിങ്ങിലെ അവസാനത്തെ വ്യൂ പോയിന്റ് ആണിത്. ഇവിടെ നോക്കിയാൽ കാണുന്ന ഈ ഒരു കാഴ്ച ഇത് നട്ടുച്ച നേരത്തും രാവിലെയും ഒക്കെ ഒരേ കാഴ്ചയാണ്. മാത്രമല്ല നല്ല വെയിലുള്ള സമയത്തും നല്ല തണുപ്പാണ്. വയനാട്ടിലെത്തുന്ന സാഹസിക വിനോദസഞ്ചാരികളുടെ അവസാന ഡെസ്റ്റിനേഷനാണ് ചിറപ്പുല്ല്. ബ്രഹ്മഗിരിയേക്കാളും ചെമ്പ്ര പീക്കിനേക്കാളും കുറെ കൂടി അഡ്വഞ്ചറാണിത്. മല കയറി തിരിച്ചിറങ്ങാൻ ഏകദേശം 7 മണിക്കൂർ സമയമെടുക്കും. അപ്പോൾ വരിക, ആസ്വദിക്കുക.